ദക്ഷിണ കൊറിയയിൽ താവളം ഉറപ്പിച്ചിരിക്കുന്ന US സൈനികർക്ക് വേണ്ടി വേശ്യാവൃത്തിക്ക് നിർബന്ധിതരായ 100-ലധികം സ്ത്രീകൾ വാഷിംഗ്ടണിനെതിരെ ഒരു സുപ്രധാന കേസ് ഫയൽ ചെയ്തു. 1950 മുതൽ 1980 വരെ 10,000-കണക്കിന് ദക്ഷിണ കൊറിയൻ സ്ത്രീകൾ സർക്കാർ അനുവദിച്ച വേശ്യാലയങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഉത്തര കൊറിയയിൽ നിന്ന് ദക്ഷിണ കൊറിയയെ സംരക്ഷിക്കുന്നതിനായി രാജ്യത്ത് നിലയുറപ്പിച്ച US സൈനികരെ സേവിക്കാൻ ഇക്കാര്യം ചരിത്രകാരന്മാരും ആക്ടിവിസ്റ്റുകളും പറയുന്നുണ്ട്. 2022 ദക്ഷിണ കൊറിയയുടെ പരമോന്നത കോടതി US സൈന്യത്തിനായി സർക്കാർ നിയമവിരുദ്ധമായി ഇത്തരം വേശ്യാലയങ്ങൾ സ്ഥാപിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്തുവെന്ന് കണ്ടെത്തിയിരുന്നു. ഏകദേശം 120 വാദികൾക്ക് നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവിട്ടു. കഴിഞ്ഞ ആഴ്ച മാത്രമായി 117 പുതിയ കേസാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇത്തവണ US സൈന്യത്തിനെതിരെ ഔദ്യോഗികമായി തന്നെ കേസ് ഫയൽ ചെയ്തു. US മാപ്പ് ചോദിക്കാനും ഒരിരയ്ക്ക് നഷ്ടപരിഹാരമായി $7,200, അതായത് 7 ലക്ഷത്തോട് അടുപ്പിച്ച് നൽകാനും ഇവർ ആവശ്യപ്പെട്ടു. 1960കളിലും 70കളിലും ദക്ഷിണ കൊറിയയുടെ GDPയുടെ ഏകദേശം 25% അമേരിക്കൻ ബേസ് ടൗണുകളിലെ സൈനിക വേശ്യാലയങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള സമ്പദ് വ്യവസ്ഥയായിരുന്നു. ഇതിലിവരെ സേവിക്കാനുള്ള റെസ്റ്റോറന്റുകളും ബാർബർ ഷോപ്പുകളും ബാറുകളും എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ഈ പരാതിക്കാരായ സ്ത്രീകൾ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് നടത്തിയത്. 60 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീ പറഞ്ഞത് ഇങ്ങനെയാണ്: പാനീയങ്ങൾ ഒഴിക്കുമ്പോൾ തല താഴ്ത്തിയതിനും പുഞ്ചിരിക്കാത്തതിനും ഒരു കാരണവുമില്ലാതെ അമേരിക്കൻ പട്ടാളക്കാർ എന്നെ തല്ലിയത് എനിക്കിപ്പോഴും മറക്കാൻ കഴിയില്ല. പലരെയും ലൈംഗിക തൊഴിലിലേക്ക് സർക്കാർ തള്ളിവിട്ടത് മറ്റു ജോലികൾ വാഗ്ദാനം ചെയ്താണ്. എല്ലാ ആഴ്ചയും ലൈംഗിക രോഗ പരിശോധനയ്ക്ക് ഇവർ വിധേയരായിട്ടുണ്ട്. ഒരു ചെറിയ മുറിയിൽ പൂട്ടിയിട്ട് പല മരുന്നുകളും ഇവരെ കുത്തിവെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സർക്കാർ ഞങ്ങളെ US താവളങ്ങൾക്ക് കൈമാറി, ഡോളറിന് ഞങ്ങളെ വിറ്റു എന്നാണ് പല സ്ത്രീകളും ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പലരും ആവശ്യപ്പെടുന്നത് ഒരു ക്ഷമാപണം മാത്രമാണ്. ഇനിയെങ്കിലും ഞങ്ങൾക്കൊരു ഉത്തരം തരണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കേസ് ഫയൽ ചെയ്യുന്നത്. അപേക്ഷിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ സഹിക്കേണ്ടി വന്നത്? മരിക്കുന്നതിന് മുമ്പെങ്കിലും ഒരു വിശദീകരണം വേണം. എനിക്കൊരു ക്ഷമാപണം മാത്രം മതി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.